കോൺഗ്രസ് വിട്ട് BJP-യിലെത്തുന്ന പത്മജ വേണുഗോപാലിനെ കാത്തിരിക്കുന്നത് ഗവർണർ പദവി അടക്കമുള്ള വൻ വാഗ്ദാനങ്ങളാണെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. മോദിയുടെ അറിവോടെ കേന്ദ്ര നേതൃത്വം നേരിട്ട് ഇടപെട്ടാണ് പത്മജയുമായി ചർച്ചകൾ നടത്തിയത്. ഈ ചർച്ചകളിലാണ് പത്മജയ്ക്ക് വൻ വാഗ്ദാനങ്ങൾ ലഭിച്ചത്. BJP-യുടെ സംസ്ഥാന നേതൃത്വം പത്മജയുടെ കൂടുമാറ്റം അവസാന നിമിഷമാണ് അറിഞ്ഞത്. എല്ലാവരും അറിഞ്ഞതുപോലെ ഒരു ഓൺലൈൻ ചാനലിൽ വന്ന വാർത്തകൾക്ക് ശേഷമാണ് അവർ പോലും അറിയുന്നത്. JP നദ്ദ അടക്കമുള്ള നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് പലതവണയാണ് പത്മജ ഡൽഹിയിലെത്തിയത്. എന്നാൽ ഇത് സംബന്ധിച്ച് ഒരു വിവരവും പുറത്തു പോകാതിരിക്കാൻ പത്മജയും BJP-യും പരമാവധി ശ്രദ്ധിച്ചു. ഒറ്റ വിവരവും ഒരു മനുഷ്യർക്കും ഒരു സംശയം പോലും തോന്നിയില്ല. കോൺഗ്രസിൻ്റെ തലതൊട്ടപ്പനായിരുന്ന K. കരുണാകരനെ പോലുള്ള ഒരാളുടെ മകൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന വേളയിൽ ആ പാർട്ടിയിലേക്ക് എത്തുന്നത് ഏറെ ഗുണം ചെയ്യുമെന്നാണ് BJP കണക്ക് കൂട്ടുന്നത്. അതുകൊണ്ടാണ് വലിയ ഓഫർ നൽകി പത്മജയെ സംഘിപ്പാളയത്തിലെത്തിച്ചത്. എന്നാൽ ഉപാധികളൊന്നുമില്ലാതെയാണ് താൻ BJP-യിൽ ചേരുന്നതെന്നാണ് പത്മജ പറയുന്നത്. അങ്ങനെയല്ലേ എല്ലാവരും പറയുള്ളൂ. ഗവർണർ പദവിക്ക് പുറമെ ചാലക്കുടി മണ്ഡലത്തിൽ മത്സരിക്കണമെന്ന നിർദ്ദേശവും BJP പത്മജയ്ക്ക് മുന്നിൽ വച്ചിട്ടുണ്ട്. പത്മജ കോൺഗ്രസ് വിടുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നെങ്കിലും ഇന്ന് രാവിലെയാണ് അവർ ഇക്കാര്യം സ്ഥിരീകരിച്ചത്. കോൺഗ്രസ് ആണ് തന്നെ BJP ആക്കിയതെന്നായിരുന്നു പത്മജ പല മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ പറഞ്ഞത്. ഇന്ത്യ കണ്ട ഏറ്റവും ഹീനമായ സ്ത്രീവിരുദ്ധ പ്രത്യയശാസ്ത്രത്തിലേക്ക് ഓടിക്കയറാൻ കഴിയുന്ന അത്രയും ദുർബലമായ രാഷ്ട്രീയ വിദ്യാഭ്യാസമേയും പത്മജയ്ക്ക് കിട്ടിയിരുന്നുള്ളൂ. അത്രയ്ക്കും പരിമിതമായ രാഷ്ട്രീയ ബോധമേ നിങ്ങൾക്കുണ്ടായിരുന്നുള്ളൂ പത്മജ. അവഗണനയ്ക്ക് ബദലായി നിങ്ങൾ തിരഞ്ഞെടുത്ത പ്രസ്ഥാനം എത്രമാത്രം മനുഷ്യവിരുദ്ധമായ പ്രസ്ഥാനമാണെന്ന് നിങ്ങൾക്കറിയാമോ? വർഗീയ ഫാസിസം രാഷ്ട്രീയ പ്രവർത്തനമാക്കിയ ഒരു പ്രസ്ഥാനത്തിൽ നിന്ന് നിങ്ങൾ എന്ത് പരിഗണനയാണ് പ്രതീക്ഷിക്കുന്നത്? കോൺഗ്രസിൻ്റെ അവഗണനയിൽ പ്രതിഷേധിച്ച് നിങ്ങൾ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് സ്വതന്ത്രമായി നിലകൊണ്ടിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ പൊതുപ്രവർത്തനം അവസാനിപ്പിച്ചിരുന്നെങ്കിൽ പോലും അതിന് അന്തസ്സുണ്ടായിരുന്നു. എങ്ങനെ കഴിഞ്ഞു നിങ്ങൾക്ക് അധികാരഭ്രമം മൂത്ത് നരഭോജികളുടെ പ്രസ്ഥാനത്തിലേക്ക് ചേക്കേറാൻ? പണിയെടുക്കാതെ പ്രമാണികളാകാൻ നോക്കുന്ന കുറേ എണ്ണം രാജ്യത്തിൻ്റെ പല ഭാഗത്തും കോൺഗ്രസിലുണ്ട്. ഇവരാണ് പിന്നീട് പാളയം മാറുന്നതും വാർത്തയാകുന്നതും. മാത്രമല്ല, ചെയ്തു കൂട്ടിയ ക്രമക്കേടിൻ്റെ ചെറിയ കണികൾ കണ്ടാൽ മതി അതിനെ വിപുലമാക്കി ആ വ്യക്തിയെ അടിച്ചമർത്താൻ ED ജാഗരൂകരാണ്. അങ്ങനെ EDയെ ഉപയോഗിച്ചും ചാണകക്കുഴിയിലേക്ക് എടുത്തെറിയപ്പെടുന്നവരാണ് കൂടുതലും. അല്ലാതെ ഗ്യാരണ്ടി വിശ്വസിച്ച് ആരും ചാണകം ചവിട്ടില്ല.